ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു അവിയലാണ്. നല്ല സദ്യ സ്റ്റൈൽ അവിയൽ, ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലുണ്ട്. അതിനായിട്ട് നമ്മൾക്ക് പച്ചക്കറികൾ എടുക്കാം. പച്ചക്കറികളായിട്ട് ക്യാരറ്റ്, ബീൻസ്, എന്ത് പച്ചക്കറികളാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ക്യാരറ്റ്, ബീൻസ്, ഒരു മുരിങ്ങാക്കോല്, കുറച്ച് ക്വാണ്ടിറ്റി പച്ചക്കറി മതി. നമ്മൾ സദ്യയിലാവുമ്പോൾ ഒരുപാട് കറികളുണ്ടാവും, അപ്പോൾ കുറച്ചിച്ചേ നമ്മൾ എല്ലാം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വലിയ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് കിട്ടിയ പച്ചക്കറിയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മുരിങ്ങാക്കോലും ഈ ബീൻസിൻ്റെ ക്യാരറ്റിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് നമുക്ക് ആദ്യം വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മാത്രം എല്ലാവരും കാണുള്ളൂ, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണോട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ചെറിയൊരു ചേന, പച്ചക്കായ്, എല്ലാം ചെറുത് എടുത്തിരിക്കണം. പച്ചക്കായുടെ തൊലിയൊന്നും കളഞ്ഞെടുക്കേണ്ട. ചിലർ തൊലിയൊന്നും കളയാതെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തൊലി കളയാറുണ്ട്. ചെറിയൊരു പച്ചക്കായുടെ തൊലി കളഞ്ഞെടുക്കുക. ചെറിയൊരു കഷ്ണം മത്തങ്ങ, ഇവയെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ, ഇവയെല്ലാം. അപ്പോൾ പച്ചക്കറി പ്രത്യേകിച്ച് അവിയലിന് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഓണമൊക്കെ കാരണം പച്ചക്കറി കിറ്റ് നമുക്ക് കിട്ടും, സാമ്പാർ കിട്ടുന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഉണ്ടാവും, എല്ലാ പച്ചക്കറികളും അതിനകത്ത് കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് അവിയലിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു അവിയൽ പ്രത്യേകിച്ച് ആവശ്യമില്ല, അതിനകത്ത് നിന്ന് എനിക്ക് എടുക്കാം. പടവലങ്ങയൊക്കെ കുറച്ച് മതി. ഇനി ഓരോരുത്തർ ആവശ്യം അനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്ന, എല്ലാവരും കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. പടവലങ്ങയുടെ മേളിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് എല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി, ക്യാരറ്റൊക്കെ അറിയണം ആ വലിപ്പത്തിൽ എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അരിഞ്ഞിരിക്കണം കേട്ടോ. ഒരേ കനത്തിലും ഒരേ ക്വാണ്ടിറ്റി നമ്മൾ എല്ലാം കറക്റ്റായിട്ടും ചെറുതായിട്ട് നീളത്തിലെടുത്ത് ക്യൂബ് പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മിത് അധികം വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ട് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കണത്. എല്ലാം ഇപ്പോൾ സാമ്പാർ എടുക്കുന്ന കഷ്ണങ്ങൾ വേറെ, അവിയലിന് അരിയുന്ന കഷ്ണങ്ങൾ അപ്പോൾ ആ വലിപ്പം അതേപോലെ ആയിരിക്കണം. അപ്പോൾ പടവലങ്ങയൊക്കെ ആണെങ്കിൽ ചെറിയ എല്ലാവരും ഒരേ വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സാമ്പാർ, ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, പച്ചക്കറികൾ ഉണ്ടാക്കണ തിരക്ക് കറികളുടെയൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മത്തങ്ങയൊക്കെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടും. പ്രത്യേകിച്ച് ചേനയൊക്കെ അപ്പോൾ എല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കുക ഒരേ വലിപ്പത്തിൽ. എന്നിട്ട് നാടൻ കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് മൺചട്ടിയിൽ വെക്കണേ നല്ലത്. അപ്പോൾ മൺചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാൻ ഈ രീതിയിലായിട്ട് ഉണ്ടാക്കാറ്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പച്ചക്കറികളെല്ലാം ആദ്യം ഞാൻ ചേന ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചേനക്കിൽ ഇത്തിരി വേവ് കൂടുതലേ. എല്ലാവരും നമുക്കൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നൊരു ടേസ്റ്റ് കൂടും. അല്പം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അല്പം നേരം കഴിയുമ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും അല്പം മുളക് പൊടിയും, അത് ഇഷ്ടമുള്ള മുളക് പൊടി ഇട്ടിട്ട് ഞാനൊരു അല്പം മുളക് പൊടി, ഇത്തിരി എരിവുള്ള മുളക് പൊടി അല്പം ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു വെള്ളവും ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ ഇല്ല, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അല്പം നേരം മൂടി വെച്ച് വേഗം എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്കിതിന് ആവശ്യമായി ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ തേങ്ങ മുറിയുടെ തേങ്ങ, ഒരു വലിയ എരിവുള്ള പച്ചമുളക്, 3-4 ചെറിയ ഒരു വെളുത്തുള്ളി, 2-3 ഉള്ളി, ജീരകം, കറിവേപ്പില, ഇവയെല്ലാം തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരക്കണ്ട, തരിതരിപ്പായിട്ട് അരച്ചു മതി. അല്പം തൈര് ഒഴിക്കണം കേട്ടോ. പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ച് നമുക്കതൊന്ന്, ചിലർ മാങ്ങ പുളിയൊക്കെ ഒഴിക്കും, ഞാൻ തൈരാണ് ഒഴിക്കാറ്. അധികം പുളി വേണ്ട. എന്നിട്ട് ഈ തേങ്ങാരപ്പും എല്ലാവരും കൂടി നമുക്കൊന്ന് അല്പം നേരം 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, ആ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ. അത് കഴിയുമ്പോൾ നല്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബായ്.